നൈസ്. ഏതാണോ പറക്കാതെ പോകുന്നത്? നമുക്ക് റൈറ്റ് എടുക്കാം. എൻ്റെ തല വന്നിരിക്കതേ മേഖലയുടെ. വാരണാസി ടൗൺ. ബനാറസ് റെയിൽവേ സ്റ്റേഷനാണ് ഈ കാണുന്നത്. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഞാൻ ലാസ്റ്റ് ഇയറിൽ കഴിഞ്ഞ 9 വർഷം വന്ന സമയത്ത് ഞങ്ങളുടെ ഹോട്ടൽ ഞങ്ങളെ പറ്റിച്ചുകൊണ്ട് ഞങ്ങൾ രാത്രി കാറിൽ കിടന്നുറങ്ങിയ റെയിൽവേ സ്റ്റേഷനാണ്. എൻ്റെ അമ്മ അന്നത്തെ ദിവസം കാറിൽ കിടന്നുറങ്ങണമെന്നല്ല, ഒന്ന് ബാത്റൂമിൽ പോയതാ. അപ്പോൾ മോൾക്ക് 2 വയസ്സാവുന്നതേ ഉള്ളൂ. ആ സമയത്ത് നമ്മൾ അങ്ങോട്ട് പോകുന്നത് ഇവിടെ നിൽക്കുന്ന. അപ്പോൾ ആ ടൈമിൽ നമ്മൾ മോൾക്ക് ബാത്റൂമിൽ പോകണമെന്ന് വന്നിട്ട് പോയപ്പോൾ ഈ ബനാറസ് എന്ന് പറഞ്ഞാൽ ഇത്രയും ലക്ഷക്കണക്കിന് ആളുകൾ വരുന്ന ഈ റെയിൽവേ സ്റ്റേഷനിൽ ആകെ കൂടിയുള്ളത് ഒരു ടോയ്ലറ്റാണ്, ഒറ്റ ടോയ്ലറ്റ്. പറഞ്ഞേ വിശ്വസിക്കില്ല, വന്ന് കാണാൻ വേണം. ഞങ്ങൾ എക്സാജറേറ്റ് ചെയ്ത് പറയില്ല, പക്ഷേ അത് കഴിഞ്ഞ് ഈ ടോയ്ലറ്റ് അധികം കയറിയ സമയത്ത് അത് ക്യൂ നിന്നിട്ട് വേണം കയറാനായിട്ട്. നിൽക്കുന്ന സമയത്ത് ഈ ടോയ്ലറ്റ് ഫുള്ള് നിറഞ്ഞിരിക്കുന്നു. അന്ന് അവിടെ താമസിച്ചത് അത് ഓൾറെഡി നമ്മൾ ഹോട്ടലിന് പേ ചെയ്തു. അതൊക്കെ കഴിഞ്ഞിട്ടുമുള്ള അവസ്ഥയാണ് ഈ പറഞ്ഞ നാട്ടിൽ സംഭവിച്ച ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. ഇവിടെ ചെന്ന് യൂ-ടേൺ എടുത്തിട്ട് വരാനാണ് അമ്മച്ചി പറയുന്നത്. അമ്മച്ചി പറയും, നമ്മൾ കേൾക്കും. കയറി അത് കഴിഞ്ഞ് ഇറങ്ങി റൈറ്റ് സൈഡിൽ ആണ് കാണിക്കുന്നത്. റൈറ്റ് സൈഡിൽ എനിക്കിവിടെ ഹോട്ടലുകളൊന്നും കാണാനില്ല. ഹോട്ടൽ സായി പാലസ് ഉണ്ട്. ബനാറസ് റെയിൽവേ സ്റ്റേഷൻ. നമ്മൾ വാരണാസി വരുന്ന സമയത്ത് ഇവിടെയാണ് മിക്കവാറും റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങുന്നത്. 1, 2, 4, 6, 8 ട്രാക്ക് ഉണ്ട്. 2, 4, 8 കൂടുതലുണ്ട് കേട്ടോ. നമ്മൾ കയറി ഇറങ്ങി ഇത് കഴിഞ്ഞ് യൂ-ടേൺ എടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ റൈറ്റിലാണ് കാണിക്കുന്നത്. ഹോട്ടൽ ബിസ് ബനാറസ്.
गलियों में मानो ദൈവമേ, ഇതിൻ്റെ അകത്ത് അതാണോ ഹോട്ടല്? മക്കളൊക്കെ ഉണ്ടല്ലോ ദൈവമേ. ഞാൻ പേടിച്ചു പോയിട്ടാ. ഇനി പിടിച്ചാ കിട്ടൂല പോലെ. സോനാപുര റോഡ്. ഇതൊക്കെയാണ് ഈശ്വര. ഓട്ടോറിക്ഷയിൽ കയറി ഓട്ടോറിക്ഷയ്ക്ക് എന്ത് തെറ്റി? ഓട്ടോറിക്ഷയ്ക്ക് എന്ത് തെറ്റി? അത് തുടക്കം തന്നെ പശ കാണില്ല. ഹലോ അളിയാ, ശരി. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ വണ്ടിയിലേക്ക് കയറിയിരിക്കുകയാണ്. എന്തെങ്കിലും ഇന്ന് നടക്കും അളിയാ, സത്യമായിട്ട് നടക്കും അളിയാ. രക്ഷപ്പെടണം കേട്ടോ. എന്ത് വഴി ഇല്ലെങ്കിൽ ഇറങ്ങി ഓടാ. എൻ്റെ കാലാണെങ്കിൽ ഒടിഞ്ഞിരിക്കുക. എനിക്ക് നടക്കാനേ പറ്റുള്ളൂ, ഓടാൻ പറ്റില്ല. बादल चढ़ाई है ना, बादल चढ़ाई तो बस. वो आरती कितने बजे की स्टार्टिंग हो गई? आरती सर 6 बजे चालू है, 6:30 बजे. 6 बजे 7 o'clock. 6 no 6 ആണ്. 6 no 6. സുനാർപുര എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ അത് കാരണം ഞാനും കുക്കും കൊണ്ടിട്ട് ഇങ്ങോട്ടൊന്ന് വന്നതാണ്. ഇവിടെ നിന്ന് ഘാട്ടിലേക്ക് ഓൾമോസ്റ്റ് 1 കിലോമീറ്ററേ ഉള്ളൂ. അത് നടന്നു പോകുന്ന ദൂരേ ഉള്ളൂ. മിക്കവാറും വല്ല സൈക്കിൾ റിക്ഷ എങ്ങനെ എടുക്കുമായിരിക്കും. എന്തായാലും സ്ഥലങ്ങളൊന്ന് കാണുകയും ചെയ്യാം, കുറച്ചൊന്ന് നടക്കുകയും ചെയ്യാം ഗല്ലീസിൻ്റെ ഉള്ളിൽ കൂടെ. ഓക്കെ, ശരി. അതേതാ ചേട്ടൻ പറഞ്ഞ എവിടെ? അവിടെ മലയാളത്തിൽ കേരള സ്റ്റോറിന് എഴുതിയിട്ടുണ്ട്. ആ, സാരി ഫാക്ടറിയോ? ഏഷ്യ പെയിൻറ്റ്സ്, ഇന്ത്യ സാരീസ്.
അവൻ പോയില്ല എന്ന് പറഞ്ഞ ഓട്ടോ അത് ആരില്ലാതെ പോണു. നമ്മളുടെ ജംഗ്ഷൻ ഇവിടുന്ന് ലെഫ്റ്റിലേക്കാണ് രഥയാത്ര. മൈതാഗിൻ ടെമ്പിൾ സ്ട്രെയിറ്റ് ആണ്, ഘാട്ട് റൈറ്റ് ആണ്. ഇവിടെ നിന്ന് പിന്നെ ഇനി ഉള്ളിലേക്ക് നടക്കാനോ ഇല്ലെങ്കിൽ ഈ ആളുകളുടെ സൈക്കിൾ റിക്ഷാസേ നടക്കുള്ളൂ. ഈ ഒരു കട എന്തൊക്കെ ശക്തമായി നോക്കുന്നുണ്ടല്ലോ. എന്തൊക്കെ സാധനം നോക്കുക, ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഇട്ടിട്ടാണ് നോക്കുന്നത്. അതിന്ന് കുറേയധികം പേര് ഇറങ്ങി വരുന്നുണ്ട്. ഇവിടെ നിന്ന് കാര്യമായിട്ടുള്ള പണി നടക്കണ്ടല്ലോ ദൈവമേ. അല്ല, ലൈറ്റ് ഉണ്ട്, മീഡിയം ഉണ്ട്. ഇതേതാ? മീഡിയം. കുറച്ച് പച്ചവെള്ളം പോലെ ഉണ്ടല്ലോ. പച്ചവെള്ളം. ബിഫോർ ഇതാണ് ബിഫോർ. നീ ഒന്ന് പ്രാർത്ഥിക്കാണോ? ഈ ലക്ഷക്കണക്കിന് ആളുകൾ ഇവിടെ നടക്കുന്ന സമയത്ത് ഇവിടെ പണി നടക്കുന്നുണ്ടോ? എന്താ നോക്കണേ. കൊള്ളാം. എന്നാൽ ഒരു ബുദ്ധിമുട്ടും ആൾക്ക് ഉണ്ടാക്കുന്നില്ല. എല്ലാം സെറ്റ് ചെയ്ത് മറച്ച് നല്ല ഭംഗിയായിട്ട് ചെയ്യുന്നു. ചിരിക്കരുതട്ടോ. ഇവിടെ എന്ത് തിരക്കാന്ന് നോക്കണേ. രാത്രിയായി. രാത്രിയായി. ഇവിടുന്ന് ഏകദേശം ഇനിയൊരു കുറച്ച് ദൂരം ഉണ്ട് നമ്മളുടെ ഗഞ്ചിലേക്ക്. 15 ഗഞ്ചികളുണ്ട്. അതിൻ്റെ ഉള്ളിൽ പരമാവധി നമ്മൾ നടന്ന് കാണുമെന്ന്. സാധാരണ അല്ലെങ്കിൽ നമ്മൾ ബോട്ടിലാണ് പോകാറ്. അതാണെങ്കിൽ എളുപ്പമുണ്ട്. ഇത് ഞങ്ങൾ നടന്ന് കാണാമെന്നുള്ള തീരുമാനത്തിലാണ് എത്തിയിരിക്കുന്നത് അല്ലേ? നടക്കാൻ തന്നെയല്ലേ? പിന്നെ അതാണ്. ഇന്ന് ഞങ്ങൾക്ക് ഫുൾ എനർജിയാണ്. പവറേഷ് ആണോ? ആ മറ്റേ കന്നഡ ഇത് മഞ്ഞ കന്നഡ. ആ എന്നാ അടിപൊളി തന്നെ. അയ്യോ, റൂമിൻ്റെ കീ സൈഡിലല്ലേ വെച്ചിരിക്കുന്നത്? ആ, ഈ സൈഡ്. മോഹാനി മോഹൻ.
കുറേയധികം ഐറ്റംസ് ഉണ്ട്. എന്തായിരിക്കും എത്ര രൂപയുടെ വരുന്നത്? 200. അതായത് 2 പ്രാവശ്യമായിട്ട് ചുറ്റാനത് ഇല്ലല്ലോ കഴിക്കില്ലേ? 2 പ്രാവശ്യമായിട്ട് കയറുമോ? ആ നൈസ്. കുറച്ച് പുറത്തേക്കിടെ. എൻ്റെ ബോട്ടിങ്ങിന് വേണ്ടി പോകേണ്ടുന്ന സ്ഥലം ഈ റൈറ്റിക്കാണ് കേട്ടോ. ലാസ്റ്റ് ടൈം അവിടെ മ്യൂസിയം അവിടെ ബോട്ടിങ്ങിനെല്ലാം പോയത് ഞങ്ങൾ അവിടെയാണ്. പക്ഷേ ഞങ്ങൾ ഇന്ന് പോകുന്നത് ആദ്യം നമ്മളെ ബോഡി ദഹിപ്പിക്കുന്ന ആ സ്ഥലമാണ്. ഏതാ? ആചതി സോറി. ആദ്യം ആചതി കാണാനാണ് ഇപ്പോൾ പോകുന്നത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മളെവിടെ പോകുന്നത്? ഏതാ? മണികരൻ ചെട്ട്. അവിടെയാണ് ആളുകളുടെ ബോഡി ദഹിപ്പിക്കുന്ന സ്ഥലം. രണ്ടും ഒന്ന് കാണണം എന്തായാലും. ഇപ്പോൾ ആചതി 6 മണിക്ക് തുടങ്ങുമെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ 5:30 ആയി. ഇപ്പോൾ എല്ലാവരും ആചതിയുടെ ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആചതി ഭയങ്കര സംഭവമാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ആചതി കാണാം. കറക്റ്റ് സമയത്ത് തന്നെ നമ്മൾ എത്തുകയും ചെയ്തു എന്തായാലും ആചതി കാണാനായിട്ട്. ഇത് ഈ എടുക്കുന്നത് ആചതി കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. ദൈവം എത്ര ആളുകളാണെന്ന് നോക്കൂ. ഞങ്ങളിതേ ഇവിടെ ഒരു ബാൽക്കണി സീറ്റ് കിട്ടിയിട്ട് ഞങ്ങളിവിടെ ബാൽക്കണിയിൽ ഇരുന്ന് ആചതി കാണാൻ നിൽക്കുക. അവിടെ ഒരു ചേതൻ DJ പോലെ എന്താ വർത്താനം പറയുന്നുണ്ടൊന്നും കേൾക്കാറില്ല ഇങ്ങോട്ട്. എന്ത് ജനക്കൂട്ടം നോക്കണേ. കാണാൻ മാത്രം ഉണ്ട് കേട്ടോ. ആ കാണുന്ന ഫ്രണ്ടിൽ കാണുന്ന ബോട്ടുകളിലെല്ലാം ആളുകൾ ഇതേപോലെ കണ്ടുകൊണ്ടിരിക്കുക. ഇവിടെ അല്ല, അവിടെ മുകളിൽ കയറിയിരിക്കണേ. അവിടെ നിന്ന് കയറിയിരിക്കേണ്ടിരുന്നത്. अच्छा
മാൻമഹൽ ഘട്ട്. ഇത് ഇവിടെ ഇന്ന് ഞങ്ങൾ അവിടെ ആരതി ആ ഭാഗത്തായിട്ട് മാൻമഹൽ ഘട്ടിൻ്റെ അവിടേക്ക് വന്നു. ആരതിയുടെ അതിൽ ഇറങ്ങാൻ സാധിച്ചില്ല. അപ്പോൾ മാൻമഹൽ ഘട്ട് എന്ന് പറഞ്ഞാൽ ഈ വഴിക്കടെ ഇനി അടുത്ത മോൾക്ക് സ്റ്റെപ്പ് കയറി വീണ്ടും താഴ്ത്തി ഇറങ്ങി. ഏകദേശം 15ഓളം ഘട്ടുകളുണ്ട് ഇവിടെ. അപ്പോൾ 15 ഘട്ടുകളും മെല്ലെ ഞങ്ങൾ നടക്കാമെന്ന് വിചാരിച്ചു. 2 അതിനെക്കാട്ടും കൂടുതൽ കിലോമീറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ സ്റ്റെപ്പ് കയറി ഇറങ്ങിയൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താ वो ले लेता कटे उसको एंट्री नहीं है, उसको अंदर से हाँ वहाँ से आप मंदिर जा सकते हैं। मंदिर से अंदर में जा सकते हैं। हाँ വെറും ബോട്ട് റൈഡിന് റോഡിന് പോയില്ല എന്നുണ്ട്. അതാ ബോട്ട് റൈഡ് മൻകരൻ കട്ട് മാറി ഞങ്ങൾ അടുത്ത കട്ടിലോട്ട് പോവുക. അതിങ്ങനെ സ്റ്റെപ്പും കയറി പോകണം. ഇതേ സ്ഥലം പോയിക്കൊണ്ടിരിക്കുക. ഇതിൻ്റെ പേരെന്താ? വരാഹി ഘട്ട്. ഇങ്ങനെ ഇതിൽ കൂടെ പോകാൻ പ്രത്യേകിച്ച് രാത്രിയിലൊരു ഭയങ്കര ഫീൽ തന്നെ കേട്ടോ. ഈ കാശി വാരണാസിയൊക്കെ വരുന്ന ആളുകൾ തന്നെ ശരിക്കും പറഞ്ഞാൽ കേരള ഗാഞ്ചസ് അവിടെ മുകളിലൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. രാംകുമാരി സൺസ് എല്ലാം മലയാളത്തിലാണ് എഴുതിയിരിക്കുന്നത്. ത്രിപുർ ഭൈരവി ഘട്ട്. രാംകുമാർ സൺസ് മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്. കേരള ഗാഞ്ചസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റ്. അവിടെ കംപ്ലീറ്റ് വെള്ളം ഇറങ്ങി നോക്ക്. വെള്ളം മണ്ണിലിരിക്കുന്നത്. പക്ഷെ ബീച്ചാണുള്ളത്. ഇതാ അല്ലടാ, ഇത് ഗംഗയല്ല, ഗംഗാ നദി. അങ്ങനെ ബെഞ്ചിന്നായിരിക്കും ചിലപ്പോ. ലളിത ഘട്ട് ഇതിൻ്റെയൊക്കെ ഹിസ്റ്ററി ആണ്. वहाँ से आप मंदिर जा सकते हैं। मंदिर से अंदर में जा सकते हैं। हाँ
മുകളിലെന്താ? ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ട്, പക്ഷേ ഇത്രയും അടുത്ത് കാണുന്നത് ആദ്യമായിട്ട്. ഒരു പ്രത്യേക ഒരു ഫീല്. കുറേ പേര് ഇവിടെ ഇങ്ങനെ വെന്നുകൊണ്ടിരിക്കുക. നമുക്ക് ബോഡി ആക്ച്വലി കാണാം, കാലൊക്കെ കാണാം. അല്ലെന്നെ ഇവിടെ എവിടെയോ ഉണ്ട്. ഇത് ബാക്കിലായിട്ട് നിൽക്കുന്നുണ്ട്. നമ്മളേതൊക്കെയാണ്? നമ്മളെന്താ നോർത്ത് ഈസ്റ്റിക്കല്ലേ പോകുന്നത്? നോർത്ത് ഈസ്റ്റ്. അപ്പോൾ ഈ ഭൂമിയുടെ ഏതകത്തേക്ക് വരും? ഭൂമിയുടെ ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ ഈസ്റ്റ് സൈഡിലായിട്ട് വരും. രാത്രി സ്റ്റേഷനിലൊക്കെ കിടന്നുറങ്ങി. അതെ അതെ, ക്ഷീണിച്ച അവശനായിട്ടിരിക്കുകയായിരുന്നല്ലോ. അയ്യോ, ഇതൊരു കുളമാന്ന് തോന്നുന്നു കേട്ടോ. നമ്മളേതൊക്കെയാണ്? നമ്മളെന്താ നോർത്ത് ഈസ്റ്റിക്കല്ലേ പോകുന്നത്? നോർത്ത് ഈസ്റ്റ്. അപ്പോൾ ഈ ഭൂമിയുടെ ഏതകത്തേക്ക് വരും? ഭൂമിയുടെ ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ ഈസ്റ്റ് സൈഡിലായിട്ട് വരും. ഇത് ആക്ച്വലി ഇതിൻ്റെ ഉള്ളിൽ വെച്ചുണ്ടാക്കിയതാണോ അതോ പിന്നെ മുങ്ങിപ്പോയതാണോ? വാ അങ്ങോട്ട് കിടക്കാം. അവിടെ പ്രാർത്ഥന നടക്കണ്ടല്ലോ. ये धाम नहीं बना होता ना। एक सेकंड रुक जाओ। ചാണം. അടുത്ത ഘാട്ട് എത്തിയിട്ടാ. സംഘാത ഇല്ല, അത് മണിക്കർണ ഘാട്ട് തന്നെ അല്ലേ? എന്താ കൈൻഡിയ? ഇത് ആദ്യത്തെ ഘാട്ട് ഏതാടാ? ഗംഗാ മഹൽ. ഇത് മഹല ഘാട്ടല്ലേ? ആ ആണ്, ഗംഗാ മഹൽ ഘാട്ട്.
ഇതെന്താ ഇത് ഡാൻസ് കളിക്കുന്ന പോലത്തെ സ്ഥലമാണല്ലോ. ഒരു പീഠം പോലത്തെ സെറ്റപ്പ് അല്ലേ. ഡാൻസ് കളിക്കാനൊക്കെ അടിപൊളിയായിരിക്കും. അവിടെ കയറി ഇരുന്നാലോ ഡാൻസ്. ഗംഗാ മഹൽ ഘാട്ട്. Earlier called Bonsala King of Nagpur, who made it Pakka in 1780. The charming 1975 ഉണ്ടാക്കിയ ഘട്ട ബോൺസൈൽ ഘട്ട്. നാഗ്പൂർ കിങ് അതവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഇങ്ങനെ ഓരോരോ ഘട്ടം ഓരോരോ രാജാക്കന്മാർ ഓരോരോ സമയങ്ങളിൽ പല സമയങ്ങളിലായി ഉണ്ടാക്കിയതല്ലേ ഒക്കെ. പല സമയങ്ങളിലായി ഉണ്ടാക്കിയതും മോഡിഫൈ ചെയ്തതാണ്. എടാ നിനക്കിതേപോലെ ഒരു ഫോട്ടോ ഉണ്ട്? അല്ലടാ ഇതിൻ്റെ മുകളിൽ നിന്നിട്ട് എടാ എൻ്റെ അമ്മ. കൊട്ടായത്തിൽ ചായ കുടിച്ചല്ലേ? 600 രൂപയ്ക്ക് ചായ കുടിക്കണം. ഒരു കൊട്ടാരം ചായ ആയാലോ? ഉദയ്പൂർ കൊട്ടാരെങ്കിലും വേണം ചായ കുടിക്കാൻ. 2000 രൂപയുടെ ഗോൾഡ് ടീ കുടിക്കാൻ. उसकी बात नहीं करे यार, इतना हम नहीं पैदल चलते भाई. എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1807 ഗണേഷ് ഘാട്ട്. നമ്മൾ പോയി എല്ലാ ഘട്ടും കവർ ചെയ്തിട്ടപ്പോൾ അത് ഘട്ട് കഴിഞ്ഞുണ്ട്. എനിക്ക് ഇനിയുണ്ട് ഘട്ട്. എൻ്റെ മീത് എന്ത് പറ്റിയത്? ജർമ്മൻ ഷെപ്പേർഡാ? അല്ല നമുക്ക് തിരിച്ചുള്ള വഴി നോക്കണം. അതെവിടെയാണെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. ഇത് റിനോവേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടമാണ് കേട്ടോ. കടിക്കരുത്. ഇതാണ് അവസാനത്തെ ഘട്ട് ആണോ? അതാണ് വെള്ളത്തിൻ്റെ ഇടയിൽ മുങ്ങിയ ഒരു അമ്പലം. എനിക്ക് എന്താ ഇതേപോലെ നശിച്ചു പോയ സാധനങ്ങളോട് കൂടുതൽ താല്പര്യം. ഒന്നും വിചാരിക്കരുത്. അടിപൊളി. ഇത് കുറച്ചുകൂടി റിസ്റ്റോർ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഉള്ളിലൊക്കെ എന്താവും അല്ല. ഹലോ. ചിലപ്പോൾ കുറച്ചും കൂടി കേട്ടോ. അത്രയൊക്കെ ഉണ്ടാവും. 10-200 കിലോമീറ്റർ ഉണ്ട്. അതിൻ്റെ അവിടെ നിന്ന് വീണ്ടും മുകളിലേക്ക് അത് സൈഡിലേക്ക് പോകും. നടന്നുകൊണ്ടേയിരിക്കുന്നു. ഒരു കുന്തം കൈ പിടിച്ചിട്ട് പറക്കാൻ പോയി. പിന്നെന്താ ഭക്ഷണം കഴിച്ചില്ലേ? പോയിട്ട് കഴിക്കണം. വയനാട്ടിലെന്തും കിട്ടും. ഉച്ചയ്ക്ക് ചിക്കൻ ബിരിയാണി കഴിച്ചെന്ന് പറ. വാരണാസി. സൊമാറ്റോ, സ്വിഗ്ഗി.
അല്ലല്ലോ ഇവിടെ കല്യാണം ഹിന്ദുക്കളും മുസ്ലിംസൊക്കെ ഉണ്ട്. ആ എന്താ വൈകിട്ട് വിളിച്ചല്ലേ നിന്ന് ആ എന്തിനു മീറ്റിംഗ് അതാ ആ ആ ആ ആ ആ ആ അപ്പം വേണ്ട ദുർഗാഘട്ട്. दुर्गाघट कावले माता. ഇതാണ് അളിയ ബ്രഹ്മഘട്ട്. നമ്മളിത് കഴിയുന്നില്ല. 15 ആയ 15 അയാൾ വന്നേ. 15 25 വന്ന അയാൾ. എന്തിന് എത്ര ഘാട്ടുകളുണ്ടെന്നാ പറഞ്ഞേ? 25 എന്നാ വാ നടക്ക. 10-15 കഴിഞ്ഞിട്ടുണ്ടാവുള്ളൂ. ഏതുവരെ എത്തുന്നു നോക്കാലോ. ക്ഷീണിച്ച എന്നാ ഇല്ലടാ, നേരെ കയറി കഴിഞ്ഞാൽ ഹൈവേ പോലെ എവിടുന്ന് കയറി കഴിഞ്ഞാൽ എല്ലാ റോട്ടിക്കലെത്തുക. ഏതെങ്കിലും ഓട്ടോ ഇട്ട് കഴിയും, ഇല്ലെങ്കിൽ സ്വിഗ്ഗി മറ്റെന്ത് സാധനത്തിന് ഊബർ എങ്ങാനും വിളിക്കാം. അത് നേരത്തെ കണ്ട പട്ടിയാണോ അത്? അല്ല അല്ലേ. ബ്രഹ്മഘട്ട് കുറച്ച് കളർഫുള്ളായിട്ടുണ്ട് കേട്ടോ. നിന്നെ എടുക്കൂടാ ഞാൻ. നമ്മൾ പുതിയ ഘാട്ടുകൾ തേടി അലഞ്ഞു കേട്ടോ. മഴ എന്താ ഈ മഴ കേട്ടിട്ടുണ്ടല്ലോ, നീറ്റാക്കുന്നതിൻ്റെ ഭാഗമായിരിക്കും. മറ്റേ ഇന്ന് അലമ്പായിരുന്നു അല്ലേ ആ സ്ഥലങ്ങൾ. ഇവിടെ എന്ത് സമാധാനം. വാരാണസി ഞങ്ങൾക്ക് ഒരു പുതിയ അനുഭവം തന്നെയാണ് ഇപ്രാവശ്യം ഞങ്ങൾക്ക് തന്നത്. ഇത്രയും കാലമായിട്ട് പല സിനിമകളിലൂടെയും അല്ലെങ്കിൽ പലരുടെ വീഡിയോസിലൂടെയും കാണുന്നത് വാരാണസി ഉണ്ടായിരുന്നു. അത് ശരിയായ രീതിയിൽ എന്തെന്ന് അനുഭവിക്കാൻ ഒരു കുറച്ച് സമയത്തെ അവസരം അതാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളൂ. പക്ഷേ എന്നാലും ഞങ്ങൾക്ക് കുറേയധികം അനുഭവങ്ങളും കുറേയധികം കാര്യങ്ങളും നല്ല രീതിയിലും പല രീതിയിലും മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുണ്ടായി. ഇത്രയധികം യാത്ര ചെയ്യുമ്പോൾ ചില സ്ഥലങ്ങൾ മാത്രം നമ്മളെ പിടിച്ചു നിർത്തും. ആലൻ പറഞ്ഞ പോലെ എന്നെ വിട്ടാൽ ഞാൻ ഇവിടെ തന്നെ താമസിക്കും എന്നാണ്. ഞാൻ പറഞ്ഞു പോകരുത്, നമുക്ക് യാത്ര ഇനിയും പോകേണ്ടതാണ് എന്ന് പറയുകയും ഞങ്ങൾ രണ്ടുപേരും പിന്നീട് കണ്ടിന്യൂ ചെയ്യുകയാണ് ഉണ്ടായത്. ഇതിലൂടെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് നമുക്ക് എന്തെന്നില്ലാത്ത ഒരു ആശ്വാസം നമുക്ക് ഇതിലൂടെ ഉണ്ടാകും. പ്രത്യേകിച്ച് ആ തിക്കും തിരക്കുമുള്ള ആ ആരതിയുള്ള ഭാഗം കഴിഞ്ഞാൽ പിന്നെ ഇതേപോലെ ഫ്രീ ആയിട്ട് കിടക്കുന്ന ഭാഗങ്ങളാണ്. പലരും ചില ഭാഗങ്ങൾ മാത്രം ഫോക്കസ് ചെയ്ത് കാണുന്ന ഒരു രീതിയുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ അതൊരിക്കലും പാടില്ല. ബഹളങ്ങളൊന്നുമില്ലാത്ത ശാന്തമായ ഒരു സ്ഥലം ഞങ്ങൾ കുറേ തേടി നടന്നു അവിടെ. അത് വാരാണസി എന്ന് പറഞ്ഞ ഒരു വലിയ ലോകത്തിൽ ആ ശാന്തത കിട്ടുന്ന ഭാഗങ്ങൾ അനേകമുണ്ടെന്ന് മനസ്സിലായി. അധികം സമയമൊന്നും ആയിട്ടില്ല. ഞങ്ങളവിടെ ഒരു 8 മണി 8:30 സമയത്താണ് ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും എൻ്റെ ഈ ഭാഗങ്ങളൊന്നും ആരും വരാത്തെ എന്ന് ഞാൻ ചിന്തിക്കേണ്ടായി. കിലോമീറ്ററുകളോളം നീങ്ങിക്കിടക്കുന്ന ഇതേപോലെയുള്ള ഘാട്ടുകളുണ്ട്. ആരും അതുവഴി വരുന്നില്ല. അതൊരു തരുന്ന ഇതേപോലെ ശാന്തമായി കിടക്കുന്ന സ്ഥലത്തിലൂടെ നടക്കുമ്പോൾ കിട്ടുന്ന ഒരു സമാധാനം അത് പറഞ്ഞറിയിക്കാൻ സാധിക്കാത്തതാണ്.
ഞങ്ങൾ മെല്ലെ നടന്നു, പല സ്ഥലങ്ങളിലും ഫോട്ടോ എടുത്തു, പല സ്ഥലങ്ങളിലും വീഡിയോസ് എടുത്തു. ഘാട്ടുകളിലെ അവസാനം എത്താറായിരിക്കുന്നു. ഇനി പുറത്തേക്ക് ഇറങ്ങുന്ന വഴിയൊന്ന് കണ്ടുപിടിക്കണം. ഈ ഘാട്ടിൻ്റെ അവസാനം തന്നെ പുറത്തേക്ക് ഇറങ്ങുന്നതിനുള്ള വഴി ഒരു എക്സിറ്റ് പോയിൻ്റ് ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. അത് ഏകദേശം നമ്മൾ കയറിയ സ്ഥലത്ത് നിന്ന് ഏകദേശം 3 കിലോമീറ്റർ മാറിയാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ വരുന്ന സമയത്ത് ഏകദേശം 6 കിലോമീറ്റർ ആയിരുന്നു ഹോട്ടലിൽ നിന്നുള്ള ദൂരമെങ്കിൽ ഇപ്പോൾ ഓൾമോസ്റ്റ് 10 കിലോമീറ്റർ ആയിരിക്കുന്നു ഞങ്ങൾ വന്ന സ്ഥലത്തേക്കുള്ള ദൂരം. ഇവിടെ ഇറങ്ങി അത് കഴിഞ്ഞ് ഇവിടുന്ന് കയറുന്ന സമയത്താണ് ഞങ്ങൾ ഒരു കൂട്ടം ആളുകൾ അവിടെ ഭജന പാടുന്നത് കണ്ടത്. അവരുടെ ഒരു വീഡിയോയും എടുക്കാനൊരു അവസരമുണ്ടായി. അതും കൂടെ ഞാൻ ക്ലിപ്പ് ചെയ്യുന്നുണ്ട്. കുറച്ച് നേരം അവിടെ ഇരുന്നു, സമയം സ്പെൻഡ് ചെയ്തു, കുറച്ച് നേരം തീ കൊണ്ടു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് അതിനടുത്തുള്ള സ്ഥലത്ത് തന്നെ ഞങ്ങൾ പോവുകയായി. ഇന്നത്തെ യാത്ര അവസാനിക്കുന്നു. ഇന്നത്തെ യാത്ര ഇനി എന്തെങ്കിലും കഴിച്ച് വീട്ടിൽ പോയി റൂമിൽ പോയി ഒന്ന് സെറ്റിൽ ചെയ്യണം. ഭക്ഷണത്തിന് കൊണ്ട് കൊടുത്തു. ഇനി മെല്ലെ എന്തെങ്കിലും കഴിച്ച് മെല്ലെ വീട്ടിലേക്ക് പോകട്ടെ. നാളെ കാലത്തെ വലിയ യാത്രയ്ക്കായി. ഗുഡ് നൈറ്റ്.